ഹായ്. ഹലോ. ലിൻഡ, നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ അല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? നീ ഓക്കെ അല്ലേ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നീ ഓക്കെ ആണോ എന്നാണ് നമ്മുടെ ടോപ്പിക്. ഇന്നത്തെ സമൂഹത്തില് ഒരു മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് നീ ഓക്കെ ആണോ എന്ന്. നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല, സുഖല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചോദിക്കണില്ല, ആർക്കും സമയമില്ല അല്ലെ. പക്ഷെ ഈ ഒരു നീ ഓക്കെ ആണെന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും അവരുടെ ജോലി തിരക്കുകള്, അവരുടെ പ്രാരാബ്ദങ്ങള് എല്ലാം കഴിഞ്ഞ്, ടെൻഷൻ എല്ലാം കഴിഞ്ഞ് ഈ ഒരു ചോദ്യത്തിന് അവർക്ക് ഒരു ഇത് കിട്ടണില്ല. ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. ചിലപ്പോ രാവിലെ തൊട്ടിട്ട് ഈ ഹസ്ബൻഡും പിള്ളേരൊക്കെ സ്കൂളിലും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് വീട്ടിലിരിക്കും. അപ്പൊ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഇവര് കയറി കുഴപ്പമില്ലല്ലോ, സുഖല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, മല പോലെയുള്ള ഒരു കാര്യത്തിന് മൂടൽ മഞ്ഞ് പോലെയുള്ളത് അലിഞ്ഞു, അത്രയും സന്തോഷിക്കാൻ പറ്റിയ ഒരു വാക്കാണ് നീ ഓക്കെ ആണോ എന്നുള്ളത് അല്ലെ. അതെ അതെ. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോ ഒരു സെക്കൻഡിലൊക്കെ ചിലപ്പോ അവര് ഭയങ്കര ഡെസ്പായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു സെക്കൻഡിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് അവരുടെ ആ ടൈം തൊട്ടിട്ട് പിന്നെ കുറച്ചു നേരത്തിനൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. അവരുടെ മൈൻഡ് ഭയങ്കര സന്തോഷമായിരിക്കും. ചിലവരുടെ മുഖം കണ്ട നമ്മളൊരു ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹമുള്ള ആൾക്കാരുടെ മുഖം കണ്ടാൽ അറിയാം അവരിപ്പോ വിഷമിച്ചിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അത്രയും ഹൃദയബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ ചോദിക്കുകയാണ് ചിലപ്പോ നമ്മള് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന ടൈം ആണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. അവൾക്ക് ചിലപ്പോ അറിയില്ലായിരിക്കും നമ്മള് ടെൻഷൻ അടിച്ചിട്ടാണോ അല്ലെങ്കിൽ ദുഃഖിച്ചിട്ടാണോ ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ അവരുടെ ഒരു കോള് വരും നമുക്ക്, ഇല്ലേ? അപ്പൊ നമുക്കറിയാം അവൾക്കറിയില്ല സംഭവം എന്നുള്ളത്. പക്ഷെ ആ ടൈമിൽ അവര് വിളിച്ചിട്ട് എടി എന്തെങ്കിലും കുഴപ്പമുണ്ടായില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ എവിടെയാ, അങ്ങനെ ചോദിക്കുമ്പോ തന്നെ ആ ടൈമിൽ അത്ര നേരം നമ്മൾ ദുഃഖിച്ചിരുന്നേരം ചിലപ്പോ മാറാം ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒറ്റപ്പെട്ട് ജീവിക്കണവരുണ്ട് അല്ലെ, പിന്നെ വയസ്സായ പ്രായമായവരൊക്കെ താമസിക്കുന്നവരെ, വിധവകള്, പിന്നെ ഭർത്താക്കന്മാര് ദുബായില്, മക്കള് വിദേശത്ത്, അപ്പൊ തനിച്ച് താമസിക്കുന്നു. അപ്പൊ അവരിനൊക്കെ ഒന്ന് കാണുമ്പോ നിങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്നൊക്കെ അത് നമ്മള് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു കടമയാണ്, മറ്റുള്ളവരെ സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതിയാണ്. ചിലപ്പോ ഉണ്ടല്ലോ ഈ ആൾക്കാര് ചിലവരുടെ മൈൻഡില് ചിലപ്പോ വല്ല അസുഖമൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ അസുഖത്തിന് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ടൈമിലായിരിക്കും ഒരാളെങ്കിലും ഒന്ന് കേറി വന്ന് എന്റെ അടുത്ത് വന്ന് ഒരു മിനിറ്റെങ്കിലും സംസാരിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് നമ്മുടേതായ ഓരോ തിരക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയുള്ളവര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരോട് അതെ ഒന്ന് ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് കാണുമ്പോ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ സുഖല്ലേ, കുഴപ്പമില്ല. അതുപോലെ ഹസ്ബൻഡുകാരും ചിലർ ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ഭാര്യ എന്നോട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദ്യം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ പരമാവധി നമ്മള് കുടുംബ ബന്ധത്തിലെ ആ ഒരു ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ അല്ലേ എന്നുള്ള ഒരു, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ലല്ലോ, കണ്ടറിയുക. നമ്മുടെ മറ്റുള്ളവരുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിലൂടെ അവര് ഓക്കെ ആക്കാനും നമുക്ക് ശ്രമിക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.